നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പൂട്ടിയ കള്ളുഷാപ്പുകൾ തുറക്കുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിൽ. സാധ്യത പരിശോധിക്കാൻ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തും. പരമ്പരാഗത തൊഴിൽ മേഖലയായ കള്ള് വ്യവസായം വൻ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഷാപ്പുടമകളും തൊഴിലാളികളും. സംസ്ഥാനത്ത് 1460 കള്ളുഷാപ്പുകളാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂട്ടിയത്. 4500-ലേറെ തൊഴിലാളികൾക്കാണ് ഉപജീവനം നഷ്ടമായത്. ബാറുകളുടെയും ബിവറേജുകളുടെയും എണ്ണം വർദ്ധിച്ചതോടെ വില കുറഞ്ഞ സാമ്പത്തിക നഷ്ടത്തിലായ ഷാപ്പുകളാണ് പൂട്ടിയത്. ഒരിക്കൽ പൂട്ടിയാൽ പിന്നീട് തുറക്കാൻ പരിമിതികൾ ഏറെയാണ്. കെട്ടിടത്തിന്റെ ഉയർന്ന വാടക മുതൽ പ്രാദേശികമായ എതിർപ്പുകൾ വരെ പ്രശ്നങ്ങൾ. പതിറ്റാണ്ടുകളായി പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നവർ കടുത്ത പ്രതിസന്ധിയിലാണ്. പട്ടാമ്പി പാലത്തിന് മുകളിലെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ തുടങ്ങി. വാഹനമിടിച്ച് ഏറെക്കാലമായി ഒരു ഭാഗത്തെ കൈവരികൾ തകർന്നു കിടക്കുകയായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ തകർച്ച പരിഹരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. മാസങ്ങൾക്ക് മുമ്പാണ് വാഹനമിടിച്ച് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നത്. പിന്നീട് താൽക്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരുന്നത്. വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ പാലത്തിനു മുകളിലുള്ള കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ഭീതിയിലാക്കുന്ന സ്ഥിതിയിലായിരുന്നു കൈവരികളുടെ തകർച്ച ഇവിടെ നിലനിന്നിരുന്നത്. നൂറുകണക്കിന് ആളുകൾ കാൽനടയായി പാലത്തിനു മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. തകർന്ന കൈവരികളുടെ സമീപത്തുകൂടെ നടന്നാൽ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ വലിയ അപകടമാണ് സംഭവിക്കുക. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കൈവരികൾ പുനഃസ്ഥാപിക്കുവാനാവശ്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ നടപടികളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കൈവരികളുടെ തകർച്ച വെൽഡിംഗ് ചെയ്ത് പുതിയ കൈവരികൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. വഴിയാത്രക്കാർക്ക് വർഷങ്ങളായി കുളിരും തണലും മനോഹര കാഴ്ചയും സമ്മാനിച്ചിരുന്ന ചാലിശ്ശേരി കൂറ്റനാട് റോഡരികിലെ മുത്തശ്ശി മരങ്ങൾ ഒന്നൊന്നായി മുറിച്ചു തുടങ്ങി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് പാതയോരത്തെ ഏകദേശം 500 വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. വികസന പ്രവർത്തനങ്ങൾ അനിവാര്യമാണെങ്കിലും പ്രകൃതിയുടെ പച്ചപ്പും തണൽ വിരിച്ച പാതയും ഇല്ലാതാകുന്ന നിരാശയിലാണ് പ്രകൃതി സ്നേഹികളായ ഒരു പറ്റം നാട്ടുകാർ. ചാലിശ്ശേരി മുതൽ കൂറ്റനാട് വരെയുള്ള പാതയിൽ വർഷങ്ങളോളം പഴക്കമുള്ള മഴമരങ്ങൾ, ആൽമരങ്ങൾ, പ്ലാവുകൾ, മാവുകൾ എന്നിവയാണുള്ളത്. വേനൽക്കാലങ്ങളിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും കച്ചവട സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും ഈ മരങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ വൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ചുമാറ്റുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. റോഡ് വീതികൂട്ടലും ഗതാഗത സൗകര്യ വികസനവും ലക്ഷ്യമിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ പ്രധാന പാതയായതിനാൽ വാഹനത്തിരക്ക് കുറയ്ക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് റോഡ് നവീകരണ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രകൃതിയെ പൂർണ്ണമായി അവഗണിച്ചുള്ള വികസനം ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. പാതയോരങ്ങളിൽ ഇനി മരങ്ങൾ ഉണ്ടാകില്ലെന്നതാണ് ഏറ്റവും വലിയ നിരാശ. മുമ്പ് ഇരുവശത്തും കുട പോലെ തണൽ വിരിച്ചു നിന്നിരുന്ന മരങ്ങളെല്ലാം ഇപ്പോൾ മുറിച്ചുമാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇനിയെങ്കിലും മുറിച്ചുമാറ്റുന്ന ഓരോ മരത്തിനും പകരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരങ്ങൾ നട്ടാൽ മാത്രം പോരാ, അവ സംരക്ഷിക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ചില ഭാഗങ്ങളിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. പ്രദേശത്തെ ചൂട് നിയന്ത്രിക്കാനും വായു ശുദ്ധീകരിക്കാനും മഴയുടെ തുല്യത നിലനിർത്താനും വൻ മരങ്ങൾ നിർണായകമാണെന്ന് പരിസ്ഥിതി സ്നേഹികൾ ചൂണ്ടിക്കാട്ടുന്നു. റോഡരികിൽ പച്ചപ്പ് കുറഞ്ഞാൽ വരും വർഷങ്ങളിൽ താപനില ഉയരാനും പൊടിശല്യം വർദ്ധിക്കാനും ഇടയുണ്ടെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അതേസമയം റോഡ് നവീകരണം പൂർത്തിയായാൽ യാത്രാസമയം കുറയുകയും അപകട സാധ്യത ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ തലമുറകളായി തണൽപാത എന്നറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി കൂറ്റനാട് റോഡിന്റെ പഴയ മുഖം ഇനി ചരിത്രമാകുമെന്ന നിരാശയിലാണ് നാട്ടുകാർ. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിരമിക്കുന്ന SI-മാർക്ക് യാത്രയയപ്പ് നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദാക്ഷൻ, എൻ ജ്യോതി പ്രകാശ് എന്നിവർക്കാണ് യാത്രയയപ്പ് ഒരുക്കിയത്. ശനിയാഴ്ച പോലീസ് സ്റ്റേഷൻ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ MN ബിജോയ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി പൊന്നാട അണിയിച്ചു. SHO ബിജോയ്, SI ബാബു ജോർജ് എന്നിവർ സ്റ്റേഷന്റെ ഉപഹാരവും മൊമന്റോയും സമ്മാനിക്കുകയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ മംഗളപത്രം കൈമാറുകയും ചെയ്തു. വിവിധ സംഘടനകളുടെ പ്രതിനിധികളും വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിലും പഞ്ചായത്ത് അംഗം സജീഷ് കളത്തിലും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗം ASI KA രാമകൃഷ്ണൻ, ജാഗ്രതാ സമിതി അംഗം TP സക്കീർ, പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗം ശിവശങ്കരൻ, ASI ജനാർദ്ദനൻ, ബാലകൃഷ്ണൻ സഹയാത്ര, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ TM കുഞ്ഞുകുട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ, പ്രദീപ് ചെറുവാശ്ശേരി, KC കുഞ്ഞൻ, ജയൻ, സുരേഷ്, അജയൻ എന്നിവർ സംസാരിച്ചു. SI ബാബു ജോർജ് സ്വാഗതവും KPA പ്രതിനിധി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിരമിക്കുന്ന T അരവിന്ദാക്ഷനും N ജ്യോതി പ്രകാശും മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നുണ്ടായി. തൃത്താല MLA VT ബൽറാം, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ അനിശ്ചിതമായി നീളുന്നതിനെതിരെ വ്യാപാരികൾ. പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. നിള IPT റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ കിടക്കുകയാണ്. ഡ്രെയിനേജ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവ പൂർത്തിയാവാത്തത് മൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂണിറ്റിന്റെ ചരിത്രത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. 2005 ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയ ഒരു യൂണിറ്റ് ഇന്ന് വായിക്കുന്ന കണക്ക് തന്നെ ഏകദേശം 3/4 കോടി രൂപയുടെ വരവ് ചെലവിനെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യും. വലിയ അസറ്റ്, ഈ ബിൽഡിംഗ് ഉൾപ്പെടെ വലിയൊരു സമ്പാദ്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതോടൊപ്പം തന്നെ ഈ നാടിന് നാം സംഭാവന ചെയ്ത താലൂക്ക് ആശുപത്രിയിലെ ഒരു കെട്ടിടം മുഴുവൻ നാം പണിത് നൽകിയില്ല. അപ്പോൾ സമൂഹത്തിന് വേണ്ടി വലിയ ഒരു സംഭാവന നൽകി സംഘടന എന്ന നിലയ്ക്ക് സ്വന്തം സ്ഥലം വാങ്ങി ഇവിടെ ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചു. ആ കെട്ടിടത്തിൽ തന്നെ ഇത് പുതിയൊരു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം. ഇവിടെ ഷുക്കൂർ സൂചിപ്പിച്ചത് നമുക്ക് നീക്കിയിരിപ്പ് എവിടെ എന്ന് പറഞ്ഞാൽ പുസ്തകത്തില് കണക്കിൽ നീക്കിയിരിപ്പില്ല എന്നേ ഉള്ളൂ. ഈ ബിൽഡിംഗ് തന്നെ എനിക്ക് തോന്നുന്നത് കോടികളുടെ ആസ്തിയുള്ള ഒരു മൂല്യമുള്ള സമ്പത്ത് ഇവിടെ ഇരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ സമ്പത്ത്. അല്ലാതെ ആ പണം ഇവിടെ കെട്ടിവെച്ചത് കൊണ്ട് അതിന് പേപ്പറിന്റെ വിലയേ ഉള്ളൂ. ആ പണം ചെലവഴിച്ച് നല്ല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിത നിലവാരവും കച്ചവടത്തിൽ ഈ സംഘടനയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പണം ഉപയോഗിക്കാൻ കാണിക്കുന്ന മിടുക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ നിലവാരം സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി R സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K അബുലൈസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, TP ഷക്കീർ, ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി, KP റസാഖ്, സിദ്ദിഖ് പത്രാസ്, V മൊയ്തു ഹാജി, ഷമീർ വൈക്കത്ത്, K സനൂപ്, M മുഹമ്മദ് ഷെരീഫ്, EP അബ്ദുൽ ജബ്ബാർ, K ഷറഫുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗിരീഷ് പട്ടാമ്പിയെ പ്രസിഡന്റായും R സന്തോഷിനെ ജനറൽ സെക്രട്ടറിയായും KA അബുലൈസിനെ ട്രഷററായും യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. കോൺഗ്രസ് നേതാവും അധ്യാപകനുമായിരുന്ന NP രാമചന്ദ്രൻ മാസ്റ്ററെ വല്ലപ്പുഴയിൽ അനുസ്മരിച്ചു. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും DCC എക്സിക്യൂട്ടീവ് അംഗവും മുൻ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന NP രാമചന്ദ്രൻ മാസ്റ്ററെയാണ് വല്ലപ്പുഴയിൽ അനുസ്മരിച്ചത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കൂടിയായിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. സർവകക്ഷി അനുശോചന യോഗമാണ് വല്ലപ്പുഴ ചൂരക്കോട് അത്താണി സൗഭാഗ്യ ഓട്ടോത്തിൽ വെച്ച് നടത്തിയത്. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. നിർഭാഗ്യവശാൽ ഞാൻ വലിയ തിരക്കിലായതുകൊണ്ട് പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് കരുതി ആ ഫോണ് എടുത്തില്ല. സാധാരണ ആരുടെ ഫോൺ ഒഴിവാക്കിയാലും രാമേന്ദ്ര ഭാഷ ഫോണ് ഒരിക്കലും ഞാൻ ഒഴിവാക്കാതെ പതിവില്ല. എൻ്റെ മനസ്സിൽ എന്നും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു രാമചന്ദ്ര മാഷ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വല്ലപ്പുഴയിലെ പ്രമാദമായ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണി ശിഥിലമായി കോൺഗ്രസ് മുസ്ലിം ലീഗ് 2 ചേരിയായി മത്സരിച്ച ആ ഇലക്ഷനിൽ വലിയ വിജയം കോൺഗ്രസ് പാർട്ടി നേരിട്ടതിന് ശേഷം 2 ഗവൺമെൻറ് നോമിനികളെ നിശ്ചയിക്കുന്നു. അതിലൊന്ന് നാസറായിരുന്നു. അപ്പോൾ എന്നോട് പ്രഭാകരൻ നമ്പ്യാർ മാഷ് പറഞ്ഞു,
ഒരു രാമചന്ദ്രൻ മാഷുണ്ട്. അതുവരെ രാമചന്ദ്രൻ മാഷെ എനിക്ക് പരിചയമുണ്ടായിരുന്നത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി വല്ലപ്പുഴ ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിട്ട് പോലും വർഷങ്ങളോളം അദ്ദേഹത്തെ പരിചയപ്പെടുവാനോ അദ്ദേഹത്തെ കാണുവാനോ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. സേതു കോടനാട് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് രാമദാസ്, AK ദേവദാസ്, AA ജമാൽ, KC അബ്ദുൾ റഹ്മാൻ, TP ഷാജി, കമ്മുക്കുട്ടി എടത്തോൾ, ബിന്ദു സന്തോഷ്, ദാവൂദ് കളത്തിൽ, VN പ്രസാദ്, K മണികണ്ഠൻ, നാസർ ചുരക്കോട്, M വിജയകുമാർ, MD അബ്ദുൽ സലാം, ഹക്കീം ചുരക്കോട്, റഫീഖ് വെല്ലപ്പുഴ, സജീവ് വിളയൂർ, MT കുഞ്ഞുമുഹമ്മദ്, T സഹദുള്ള, P പ്രേമലത, P ഷാജിമോൻ, K അഷ്റഫ് അലി, യൂസഫ് കുറുവട്ടൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇരുമ്പ് ഷട്ടറിനും ചില്ലുവാതിലിനും ഇടയിലെ ഇടുങ്ങിയ സ്ഥലത്ത് വിശപ്പും ഭയവും കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് 2 ജീവനുകൾ. കൂറ്റനാട് സെന്ററിൽ തണ്ണീർക്കോട് റോഡിലെ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഗോൾഡ് കവറിംഗ് ആൻഡ് ഫാൻസി കടയ്ക്കുള്ളിൽ 2 പൂച്ചക്കുട്ടികൾ കുടുങ്ങിയിട്ട് ഇന്ന് 4 ദിവസം പിന്നിട്ടു. കടയുടമ സ്ഥാപനം പൂട്ടിപ്പോയതോടെയാണ് മുൻവശത്തെ ഷട്ടറിനും ഗ്ലാസ് ഡോറിനും ഇടയിലുള്ള ചതുരശ്രയടി മാത്രം പോന്ന ചെറിയ സ്ഥലത്ത് ഇവ അകപ്പെട്ടുപോയത്. വെള്ളവും ഭക്ഷണവുമില്ലാതെ മരണം മുന്നിൽ കണ്ട പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഈ നാളുകളിൽ താങ്ങായത് പ്രദേശത്തെ വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ബിൽഡിംഗ് ഓണറുടെയും കരുണയാണ്. ചില്ലുവാതിലിന്റെ ചെറിയ വിടവിലൂടെ അവർ പാലും ബിസ്ക്കറ്റും നൽകി ഈ കുഞ്ഞു ജീവനുകളെ കാത്തു. എന്നാൽ ദുരന്ത കാഴ്ചയ്ക്കിടയിലും കണ്ണീരണിയിക്കുന്ന മറ്റൊന്നുണ്ട്. അത് മാതൃസ്നേഹത്തിന്റെ ഉദാത്തമായ കാഴ്ചയാണ്. ദിവസങ്ങളോളം പുറത്തുനിന്ന അമ്മപ്പൂച്ച എങ്ങനെയോ കടയ്ക്കുമുകളിലെ സീലിംഗിന്റെ വിടവിലൂടെ അതിസാഹസികമായി കുഞ്ഞുങ്ങൾക്കരികിലെത്തി അവർക്ക് മുലപ്പാൽ നൽകി. അമ്മപ്പൂച്ചയുടെ അമ്മിഞ്ഞപ്പാൽ നുകർന്നതോടെയാണ് ഈ കുരുന്നുകൾക്ക് നേരിയ തോതിലെങ്കിലും ജീവൻ തിരികെ കിട്ടിയത്. പക്ഷേ ഇവയുടെ ഈ അതിജീവനം എത്രനാൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണ നിലയിൽ കടയുടമ പോയാൽ 10 ദിവസം കഴിഞ്ഞേ തിരികെ എത്താറുള്ളൂ എന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. അതുവരെ ഈ കുരുന്നുകൾക്ക് ചെറിയ തടവറയിൽ ശ്വാസം മുട്ടിക്കഴിയേണ്ടി വരും. അമ്മപ്പൂച്ചയ്ക്ക് എത്രനാൾ ഈ ചെറിയ വിടവിലൂടെ കുഞ്ഞുങ്ങൾക്കരികിൽ എത്താനാകും എന്നതിനും യാതൊരു ഉറപ്പുമില്ല. പകൽ സമയങ്ങളിൽ മനുഷ്യത്വം പറ്റാത്ത കുറച്ചുപേർ ഇവർക്ക് തുണയുണ്ടെന്നത് മാത്രമാണ് ഏക ആശ്വാസം. എന്നാൽ രാത്രിയാകുന്നതോടെ കഥ മാറും. പുറത്തെ ചില്ലുവാതിലിനപ്പുറം ഈ കുരുന്നുകളെ ലക്ഷ്യമിട്ട് തെരുവുനായ്ക്കളുടെ വൻ കൂട്ടമാണ് തമ്പടിക്കുന്നത്. ആക്രമിക്കാനെത്തുന്ന തെരുവുനായ്ക്കളുടെ ശബ്ദം കേട്ട് ഭയന്നു വിറച്ച് പുറത്തിറങ്ങാൻ നോക്കുന്ന പൂച്ചക്കുട്ടികളുടെ കരച്ചിൽ കേൾവിക്കാരുടെ കരൾ അലിയിപ്പിക്കുന്നതാണ്. നിയമത്തിന്റെയോ സാങ്കേതികത്വത്തിന്റെയോ പേരിൽ ഈ കുഞ്ഞു ജീവനുകൾ അവിടെ തന്നെ പൊലിഞ്ഞു പോകരുത്. ഈ കെണിയിൽ നിന്ന് അവരെ ആരെങ്കിലും രക്ഷിക്കാനെത്തുമോ എന്ന ചോദ്യം മാത്രമാണിപ്പോൾ ബാക്കിയാകുന്നത്. 4 ദിവസമായി പെരുന്നാളിന് അടച്ചുപോയ കടയാണ്. ഈ കടയുടെ ഉള്ളിൽ ഒരു പൂച്ചയും അതിൻ്റെ 2 കുട്ടികളും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. തള്ളപ്പൂച്ചയ്ക്ക് പുറത്ത് കിടക്കാൻ പറ്റും, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട് ഭയങ്കര ദയനീയ അവസ്ഥയിലാണ് 4 ദിവസമായിട്ട് പൂച്ചക്കുട്ടികൾ. തള്ളപ്പൂച്ച പാല് കൊടുക്കും, അത് കാരണം കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരും അടുത്ത കടക്കാരും കൂടിയിട്ട് ബിസ്ക്കറ്റും പാലൊക്കെ കൊടുത്ത കാരണം കൊണ്ട് ഇത്ര ദിവസം പിടിച്ചു നിന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതിവിധി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മുതലാളി വിളിച്ചപ്പോൾ അവർ കുറേ ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിനെന്തെങ്കിലും അവർക്ക് പൂച്ചക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും ഇടപെടാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെട്ടിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. മുതലാളിയെ വിളിച്ചിട്ട് ഇത് തുറക്കാനോ എന്തെങ്കിലും സംവിധാനങ്ങളോ അന്വേഷിക്കുക. ചാലിശ്ശേരി 104 നമ്പർ അറയ്ക്കൽ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. പ്രീതി ടീച്ചറുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ആനി വിനു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്വാതി, ആശാവർക്കർ സാനി, സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിൽ എല്ലാ കുട്ടികൾക്കും ഉപഹാരം നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന SI അരവിന്ദാക്ഷൻ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ ടീച്ചറും രക്ഷാകർത്താക്കളും കൂടി ട്രോഫി നൽകി ആദരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.